காயம் என்ன செய்தாலும் என் உள்ளம் எல்லாம் காயம் Make it fast. Sir, just a minute. ഇതെന്താ നിങ്ങൾക്കറിയില്ലേ ജെകെ സാർ വരാൻ ടൈം ആയിന്ന്. ജെകെ സാറിന് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് അറിയില്ലേ? ഫാസ്റ്റ്. സൂസൻ, സാർ ഇന്നലെ പറഞ്ഞ ഫയൽസ് എല്ലാം റെഡി അല്ലേ? Just 1 minute, sir. I will check it. Oh God, we have no time. He is here anytime soon. ഇതെന്താ ചേച്ചി ഇവിടെ എല്ലാരും ഇങ്ങനെ? ജെകെ സാർ അത്രക്ക് ദേഷ്യക്കാരനാണോ? ദേഷ്യക്കാരനാണോന്നോ? ഇവിടെ ഒരു ഷെൽഫിലെ ഒരു ബുക്ക് മാറിയിരുന്നാൽ അതിന്റെ ഇൻചാർജ് ഉള്ള വ്യക്തി അന്ന് ഫയർഡ് ആണ്. ഈസ് സോ റൂഡ്. ഇതൊന്നും അറിയാതെയാണോ നീ ഇങ്ങോട്ട് വന്നേ? ജെകെ സാറിന്റെ ഫാദറായിട്ട് തുടങ്ങിയ കമ്പനിയാ JK എന്റർപ്രൈസസ്. ഏഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് ഗ്രൂപ്പാണ് ഇവരുടേത്. Everyone, he is here. സോറി സർ, സോറി. Sorry? No need. You are fired. സർ പ്ലീസ് എന്നെ പിരിച്ചു വിടരുത്. JK ഗ്രൂപ്പിൽ സെന്റിമെന്റ്സ് അലൗഡ് അല്ല, ഓൺലി പെർഫെക്ഷൻ മാത്രം. സർ പ്ലീസ് ഈ ഒരു തവണത്തേക്ക്. Get out! Get out, I say! Matthew. Sir, where's the files I told you about yesterday? Sir, അത് നാൻസിയുടെ സെക്ഷനാണ്. I will call her. Please, can I? Sir, നാൻസി ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടില്ലെന്നാ പറയുന്നത്. എന്നിട്ട് അതും കേട്ട് താനിങ്ങ് പോന്നോ? Call her. Yes, sir. സർ, may I come in? യെസ്റ്റർഡേ ഞാനൊരു ജോബ് പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭവതിയോട്. അതെവിടെ? സോറി സർ, എനിക്ക് കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ തനിക്കൊക്കെ ഇവിടെ എന്താണ് പണി? സാർ, ഞാനിപ്പോ കംപ്ലീറ്റ് ആക്കി തരാം. ഇനി എനിക്കത് വേണ്ടെങ്കിലും. യു ആർ ഫയർഡ്. സാർ, ഗെറ്റ് ഔട്ട്. ഓരോന്ന് രാവിലെ കുത്തിയും പറിച്ച് വന്നോളൂ, അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. I am sorry.
ബട്ട് ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്തേ പറ്റൂ. പ്ലീസ് ഡോക്ടർ, സർജറി അല്ലാതെ വേറൊരു വഴിയുമില്ലേ എന്റെ അച്ഛനെ രക്ഷിക്കാൻ? അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹത്തിന്റെ ഡാമേജ് വളരെ വലുതാണ് ആൻഡ് സർജറി മാത്രമേ ഉള്ളൂ ഒരു വഴി. പിന്നെ ഓപ്പറേഷന്റെ ബിൽസൊക്കെ വേഗം സെറ്റിൽ ചെയ്യണം. കാരണം സർജറി ഇല്ലാതെ ഇദ്ദേഹം 3 ദിവസം തികച്ച് ജീവിച്ചിരിക്കുമെന്ന് സംശയമാണ്. ഞാൻ എവിടെ പോകും കാശിന്? എനിക്ക് ആരുമില്ലല്ലോ. എന്റെ സമ്പാദ്യം മുഴുവൻ ചേർത്ത് വെച്ചാലും ഓപ്പറേഷൻ ബില്ലിന്റെ 5-1 തുകയാവും. എന്റെ ദൈവമേ, എനിക്കൊരു വഴി കാണിച്ചു തരണേ. പിസ്സ ഹട്ടിന്റെ മുതലാളിയോട് ചോദിക്കാം. ഞാൻ അവിടുത്തെ എംപ്ലോയി അല്ലേ, അവരെന്നെ സഹായിക്കും ഉറപ്പ്. സാർ എന്നെ ഹെൽപ്പ് ചെയ്യണം. ആഹാ, എവിടെ ആയിരുന്നു? ഞാൻ തന്നെ കാണാനിരിക്കുമായിരുന്നു. സാർ അത് എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല സാർ. എന്റെ അച്ഛന് പെട്ടെന്ന് അസുഖം കൂടി. തന്റെ പേഴ്സണൽ ലൈഫ് വിളമ്പാനുള്ള സ്ഥലമല്ല ഇത്. ആ കസ്റ്റമർ വിളിയോട് വിളിയാണ്. ഞാൻ ഇപ്പൊ കൊണ്ടുപോയി കൊടുത്തോളാം സാർ. വേണ്ട, കിട്ടാനുള്ള നെഗറ്റീവ് റിവ്യൂ ഒക്കെ കിട്ടി. സോ താൻ ഇനി മുതൽ ഇവിടെ ജോലിക്ക് വരണ്ട. സാർ പ്ലീസ്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നോട് ഇങ്ങനെ ചെയ്യരുത്. എന്റെ അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്. ഇറങ്ങി പോടി. സാർ പ്ലീസ്. ലക്ഷ്മി, നീ എന്താ ഇവിടെ? മീര, ഞാൻ എന്റെ അച്ഛൻ ഇവിടെ കിടപ്പുണ്ട്. ക്രിട്ടിക്കലാണ്, സർജറി പറഞ്ഞിരിക്കുക. അതിന്റെ നെട്ടോട്ടത്തിലാ ഞാൻ. നീ വിഷമിക്കാതെ. എനിക്ക് ആരുമില്ല അച്ഛനല്ലാതെ. എന്നെ ആരും സഹായിക്കാനുമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. ബട്ട് ഞാനും നിന്നെ പോലെ ഒരു സാധാരണക്കാരിയാണ്. എനിക്കറിയാം, പക്ഷെ എന്റെ അച്ഛൻ 3 ദിവസം കൂടി ആയുസ് പറഞ്ഞിട്ടുള്ള ആ പാവത്തിന്. ഞാനൊന്ന് പറഞ്ഞ നീ എന്നെ തെറ്റായി വിചാരിക്കരുത്. എന്താണേലും പറഞ്ഞു. ഈ അവസ്ഥയിൽ ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാ. സറഗസി. എന്ത് സറഗസിയോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെ? അതെ, ഇവിടെ ബ്ലോക്ക് ഡിയിൽ ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. നിനക്കറിയാലോ, ഇത് ജയാനിക്ക് ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലാണെന്ന്. ഇവിടുത്തെ എംഡിയും ജയാനിക്ക് ഗ്രൂപ്പിലെ ഏതോ പ്രധാനപ്പെട്ട ആരൊക്കെയോ നേരിട്ട് വന്നാണ് ആർക്കോ വേണ്ടി സർഗേറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. സീക്രട്ട് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. തിരഞ്ഞെടുത്ത കുറച്ചു പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ഡോക്ടറോട്. എന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ അച്ഛനോട് നമുക്ക് എന്തെങ്കിലും നുണ പറയാം. നീ സെലക്ട് ചെയ്താ ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്റെ അച്ഛന്റെ സർജറി നടക്കും. ബില്യണേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എന്റെ അച്ഛന്റെ സർജറി നടക്കണം. എനിക്ക് സമ്മതമാ. നിന്നെ സെലക്ട് ചെയ്യോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാം. നിന്നെ ദൈവം കൈവിടില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. നീ വാ, ആദ്യം നിന്റെ ഫോട്ടോയും ബയോഡാറ്റയും ഒക്കെ സെറ്റാക്കണം. നീ പേടിക്കാതെ. ആകെ 7 പേരുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് ഇത്രയും സുന്ദരിയായി നിന്നെ അവർ സെലക്ട് ചെയ്യും. പേടിക്കണ്ട കേട്ടോ. ഇതെന്താ ഈ ഡിസീസ് ഉള്ള കാര്യം നേരത്തെ മെൻഷൻ ചെയ്തിരുന്നത്? യു ആർ റിജക്റ്റഡ്. ആദിലക്ഷ്മി മേനോൻ, അകത്തേക്ക് വന്നോളൂ. വന്നോളൂ, പേടിക്കാതെ ഇരുന്നോളൂ. തന്റെ ബയോഡാറ്റയൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. ബട്ട് അതിനു മുന്നേ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ക്യാഷിന് വേണ്ടിയാണോ? ഐ മീൻ, ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ജെനുവിൻ ആയിരിക്കണം എന്ന് ഞങ്ങൾക്കുണ്ട്.
ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ മണി ആവശ്യമുള്ളവർ ഇതുപോലെ ഫേക്ക് ആയിട്ട് വരാറുണ്ട്. ബട്ട് അത് ഞങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും. ബിക്കോസ് അറിയാലോ, കുഞ്ഞിന് തന്റെ സ്വഭാവം കൂടി കിട്ടുമെന്ന്. സോ ടെൽ മീ, വാട്ട്സ് ദ റിയൽ റീസൺ? സർ പ്ലീസ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ഫേക്ക് അല്ല. പ്ലീസ്, എന്റെ അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. സർജറിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സർ, എന്നെ സഹായിക്കണം. എനിക്ക് രൂപ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്റെ അച്ഛൻ. ഓ ഓക്കെ ഓക്കെ, ഡോണ്ട് വറി, യു ആർ സെലക്ടഡ്. നിങ്ങളുടെ അച്ഛന്റെ ഫുൾ ചിലവ് ഈ നിമിഷം മുതൽ ഞങ്ങൾ ഏറ്റെടുക്കും. ഇന്ന് തന്നെ ഓപ്പറേഷനും നടക്കും. ബട്ട് അതിനു മുന്നേ തന്റെ ചെക്കപ്പ് നടക്കണം. താനൊരു കുഞ്ഞുണ്ടാകാൻ റെഡിയാണോ, തന്റെ ബോഡി റെഡിയാണോ എന്നൊക്കെ അറിയണം. സിസ്റ്റർ പ്ലീസ് എന്റെ കൂടെ വരൂ. ഡോക്ടർ, ദാ റിസൾട്ട്. ഓക്കെ, നൗ ഓൾ ക്ലിയർ. തന്റെ റിസൾട്ട് എല്ലാം പെർഫെക്റ്റ് ആണ്. ടെസ്റ്റിന്റെ ദിവസം ഞാൻ പറയാം. 5 days കഴിഞ്ഞ് വന്നോളൂ. അപ്പോഴേക്കും ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോ എല്ലാം ഓക്കെ അല്ലേ? യെസ് സാർ, പ്ലീസ്. ദെൻ വാട്ട്സ് യുവർ നെയിം അഗൈൻ? ആദിലക്ഷ്മി. ലുക്ക് ആദിലക്ഷ്മി, ഇത് കോൺഫിഡൻഷ്യൽ ആയ കാര്യമായതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ താൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലായിരിക്കണം താമസിക്കേണ്ടത്. സർ, ഞാൻ എന്റെ അച്ഛന്റെ കൂടെ. എന്റെ അച്ഛന് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചെക്കപ്പിനൊക്കെ കറക്റ്റ് ആയിട്ട് വന്നോളാം. സോറി, അത് നടക്കില്ല. ഇന്നു മുതൽ കുഞ്ഞുണ്ടാവുന്നവരെ താൻ ഞങ്ങളുടെ കെയറിലായിരിക്കും, അറിയാലോ? സർ പ്ലീസ്, എങ്കിൽ ഇന്നൊരു ദിവസത്തേക്ക് അച്ഛന്റെ സർജറി കഴിയുന്നവരെ എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കണം. ഓക്കെ, സർജറി കഴിഞ്ഞ് അടുത്ത നിമിഷം ഞങ്ങളുടെ കൂടെ പോന്നോളാം. ശരി സർ, ഒത്തിരി നന്ദി. ലക്ഷ്മി, എന്തായി? എന്നെ സെലക്ട് ചെയ്തു അവർ. എനിക്ക് പേടിയാവുന്നുണ്ട് മീര. ആരാ എന്താ എന്നൊന്നും അറിയില്ല. ഏത് മനുഷ്യന്റെ കുഞ്ഞിനെയാ ഞാൻ എന്റെ ഉദരത്തിൽ ചുമക്കേണ്ടത്? ഒന്നും അറിയില്ല. നീ ഇപ്പൊ ഒന്നും ചിന്തിക്കണ്ട, എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കും. ലക്ഷ്മി, സർജറി ഒക്കെ സക്സസ് ആയില്ലേ? ഇനി പുറപ്പെടാം. സാർ, എന്റെ അച്ഛൻ. അച്ഛന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ ഓൾറെഡി ആളുകളെ നിർത്തിയിട്ടുണ്ട്. വരൂ. മീര, ഞാൻ പോയി വരാം. അച്ഛനോട് പറയണം ഞാൻ അച്ഛന്റെ സർജറിക്ക് ക്യാഷ് തന്ന് സഹായിച്ച കമ്പനിയുടെ കീഴിൽ 1 വർഷത്തേക്ക് ബോണ്ടിൽ ജോലിക്ക് പോയിരിക്കുവാന്ന് ഞാൻ കോൾ ചെയ്യുമെന്ന് പറയൂ. ഓക്കെ ലക്ഷ്മി, പേടിക്കണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. നിൽക്കൂ. ഇറങ്ങുന്നതിന് മുൻപ് ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യൂ. സർ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്റെ അച്ഛന്റെ സർജറി നടത്താൻ സഹായിച്ചതല്ലേ നിങ്ങൾ. ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. ബിസിനസ്സായി തന്നെ മുന്നോട്ട് പോകണം. തനിക്ക് കുഞ്ഞുണ്ടായ ശേഷം താൻ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാൻ വിസമ്മതിച്ചാൽ, അല്ലെങ്കിൽ ഈ കുഞ്ഞിനോട് അമ്മ എന്നുള്ള ഒരു ഫീൽ തോന്നിയാൽ, സോ ഈ കോൺട്രാക്ട് വായിച്ചു നോക്കി സൈൻ ചെയ്തോളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. കുഞ്ഞുണ്ടാവുന്നവരെ തന്റെ എല്ലാ ചിലവും ഞങ്ങൾ നോക്കും. തന്റെ ബോഡി സൂക്ഷിക്കുക, അത് മാത്രമാണ് തന്റെ ഡ്യൂട്ടി. പിന്നെ ഈ കുഞ്ഞിനോടോ ഈ കുഞ്ഞിന്റെ അച്ഛനോടോ ഇമോഷണലിയോ ഫിസിക്കലിയോ ഒരു തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാകാൻ പാടില്ല. നോ ഇമോഷൻ. അതാണ് താൻ ഇന്നു മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ടത്. സൈൻ ചെയ്തോളൂ.
എന്റെ ഭഗവതി, എന്തു വലിയ കൊട്ടാരമാ! എവിടെയാണോ ഞാനിനി മുതൽ താമസിക്കേണ്ടത്? ഡ്രൈവർ, ആ ബാഗ് എല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകും. വാ കുട്ടി. മരിയ, ദാ നിനക്ക് പേരക്കിടവനെ തരാൻ പോകുന്ന കുട്ടി. വാ മോളെ വാ. എന്താ മോളുടെ പേര്? ആദിലക്ഷ്മി മേനോൻ. നല്ല പേര്. നല്ല സുന്ദരി കുട്ടി. നിന്നിൽ എന്റെ മകന് ഒരു കുഞ്ഞുണ്ടായ അത് ഐശ്വര്യമുള്ള കുഞ്ഞായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും ഭംഗിയുടെ ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വാ മോളെ, ഇവിടെ ഇരിക്കെ. നിന്റെ റൂമൊക്കെ റെഡിയാവുന്നേ ഉള്ളൂ. അതുവരെ ഇവിടെ ഇരിക്കെ. നീ ഏതാ? ഞാൻ മോനെ, ഇത് നിന്റെ കുഞ്ഞിനെ. ഇതിനെയൊക്കെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാ? അത് നിന്റെ ഡാഡിന്റെ തീരുമാനമാ. നല്ല ബെസ്റ്റ് തീരുമാനം. ഹൈ ക്ലാസ്സിലുള്ള ആരെയും കിട്ടിയില്ലേ? ഈ ചേരി കിടക്കുന്ന ഇവിടെ കിട്ടിയുള്ളൂ നിങ്ങൾക്ക്? ജെയ്ഡൻ, ഹൈ ക്ലാസ് നോക്കിയല്ല ഞാൻ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കാനായി ഒരു ക്ലയന്റിനെ തേടിയത്. സ്വഭാവം നോക്കിയ ഇവൾക്കതുണ്ട്. ഡാഡ്, എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഇവിടെ നിന്ന് ഇപ്പൊ പറഞ്ഞു വിടണം. നടക്കില്ല. ഞാനാ ഇവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ. ഇനി ഡെലിവറി കഴിയുന്നത് വരെ ഇവളിവിടെ കാണും, നമ്മളോട് ഒന്നിച്ച്. എന്റെ പേരക്കിടാവിന്റെ ഓരോ ചലനങ്ങളും എനിക്ക് നിന്റെ മമ്മയ്ക്കും അനുഭവിച്ചറിയണം. ഓ ഷീറ്റ്, എന്ത് കോപ്പെങ്കിലും കാണിക്കും. ജേഡൻ, സ്റ്റോപ്പ്. ഇനി എന്താ? നിന്റെ കുഞ്ഞിനെ ചുമക്കാൻ വന്നവളവള്. അവളോട് സംസാരിച്ചിട്ട് നീ പോയാ മതി. വാട്ട് ദ ഹെൽ? ഞാൻ എന്ത് സംസാരിക്കാൻ? ജേഡൻ, ഡാഡ് പ്ലീസ്. നോ, സംസാരിച്ചേ പറ്റൂ. എന്നെ കൊണ്ട് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. മോൾ ഇത് കണ്ടൊന്നും പേടിക്കണ്ട. അവൻ കുറച്ച് മനുഷ്യത്തിക്കാരനാ, പക്ഷെ സ്നേഹമുള്ളവനാ. വാ, നിന്റെ റൂം കാണിച്ചു തരാം. ഇതാണ് മോളുടെ റൂം. എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. സെർവൻസ് ഓടിയെത്തും. പിന്നെ ടെസ്റ്റിന്റെ ദിവസം കഴിഞ്ഞാൽ താഴേക്ക് ആവശ്യമില്ലാതെ ഇറങ്ങണ്ട. ഇറങ്ങാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആ ലിഫ്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റെയർസ് ഉപയോഗിക്കരുത്. ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ പറ്റിയേ? എവിടെയോ കിടന്ന ഏതോ ഒരു പെണ്ണിനെ കെട്ടിയെടുത്തിരിക്കുന്നു എന്റെ കുഞ്ഞിനെ ചുമക്കാൻ. ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. ഇത് ജേഡനാണ്, ജേഡൻ. മാഗി, ലക്ഷ്മിയെ റെഡിയാക്കി താഴെ കൊണ്ടുപോവാ. എന്നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ? യെസ് മാഡം. ആ മോളെ, നീ വന്നോ?
ജെയ്ഡൻ, ഇന്നാണ് മോൾക്ക് സർഗസി നടത്താനുള്ള ഡേ. എന്തായാലും നിന്റെ ചോരയിലും നീരിലും ഇവളിലൊരു കുഞ്ഞുടലെടുക്കാൻ പോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? നിന്റെ സാമീപ്യം അവിടെ വേണം മോനെ. നിങ്ങൾക്ക് ഇതൊക്കെ എന്നോട് പറയാൻ നാണം തോന്നുന്നില്ലേ? മോനെ, സാധാരണ സർഗസി അല്ല, ഇത് ട്രഡീഷണൽ വേ ആണ്. നിനക്കൊരു പാർട്ട്ണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിന്റെ സ്പേം ഇവളുടെ അണ്ടവുമായി ചേർന്നാണ് കുട്ടി ജനിക്കാൻ പോകുന്നത്. അതായത് നിന്നെപ്പോലെ തന്നെ അവളുടെ ചോരയും നീരും ദാനം ചെയ്താണ് അവൾ നിനക്കൊരു കുഞ്ഞിനെ നൽകാൻ പോകുന്നത്. വെറുതെ അല്ലല്ലോ, എണ്ണി വാങ്ങിച്ചിട്ടല്ലേ? ജെയ്ഡൻ, ദേ, എനിക്ക് ഈ വേഷം കെട്ടുകൾക്കൊന്നും കൂട്ടു നിൽക്കാൻ കഴിയില്ല. നൽകാനുള്ളതൊക്കെ ഹോസ്പിറ്റലിൽ ഞാൻ നേരത്തെ നൽകിയിട്ടുണ്ട്. ഇനി കൊച്ചിനെ ഉണ്ടാക്കി വളർത്തേ എന്താന്ന് വെച്ചാ ചെയ്തു. ഇതും പറഞ്ഞ് എന്നെ ഇനി ശല്യപ്പെടുത്താൻ വന്നാലുണ്ടല്ലോ. എന്താണ് മിസ്റ്റർ ജെകെ, രാവിലെ തന്നെ കലിപ്പിലാണല്ലോ? ആ ഗൗതം, എന്തു പറ്റി ജെയ്ഡൻ? നീ ഓക്കെ അല്ലാത്ത പോലെ തോന്നുന്നു. ഗൗതം, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ എന്റെ ഡാഡും അമ്മയും ഒരു കുഞ്ഞിനെ സറോഗസി വഴി നോക്കാൻ പ്ലാൻ ഉണ്ടെന്ന്? യെസ്, അതിനിപ്പോ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതൊട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാ. ഇപ്പോ യെസ്റ്റർഡേ ആ ശവത്തിനെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിച്ചിരിക്കുന്നു. ഇവരിലൊക്കെ തലക്കകത്ത് കളിമണ്ണാണോ? സി, നിനക്കൊരു മാരേജ് ഈ ലൈഫിൽ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ. നീ ഒരു മാരേജ് ചെയ്തിരുന്നേ വയസ്സാങ്കാലത്ത് അവർക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഗൗതം, എല്ലാം അറിഞ്ഞിട്ട് നീ ഇപ്പോഴും അതൊന്നും മറന്നില്ലേ? നോ ഗൗതം, നോ. എന്റെ ഒരു ഭാഗത്തെ ചങ്ക് പറിച്ചെടുത്തോണ്ട് അവള് പോയി. என்ன செய்தேன் என் உள்ளம் எல்லாம் காயம் ஆனந்தே. என்ன செய்தேன் என் உள்ளம் எல்லாம் காயம் ஆனந்தே. അവൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടടാ. മറവിക്ക് പോലും വിട്ടുകൊടുക്കാനാവാത്ത വിധം പ്രണയത്തിന്റെ പൂട്ടിട്ട് അവളെന്നെ പൂട്ടിയിരിക്കുക. എനിക്ക് അവളിൽ നിന്നൊരു തിരിച്ചുവരവ് ഉണ്ടോന്ന് തോന്നുന്നില്ല. അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ. പക്ഷെ നിന്റെ ചോരയിൽ ഒരു കുഞ്ഞിനെ കാണാൻ നിന്റെ പാരന്റ്സിന് ഉണ്ടാവില്ല ആഗ്രഹം. അതായിട്ട് നീ തടയരുത്. നീ ഇതിനൊന്നും പറയാൻ നിൽക്കണ്ട. എനിക്കാണെ അവളെ കാണുന്നത് ഇഷ്ടമല്ല. ഏതു നേരവും തലയും താഴ്ത്തി സിമ്പതി ലുക്ക് വിട്ടു. വാട്ട് എ ബിച്ച്. ജേഡൻ, നോ. ഒരാളെ പുറമേ നിന്ന് വായിച്ച് ഒരിക്കലും അഭിപ്രായം പറയരുത്. നിന്റെ ഈ ക്യാരക്ടർ നീ ചേഞ്ച് ചെയ്തേ മതിയാവും. എന്തിന്? ആർക്ക് വേണ്ടി? അതിന്റെ ഒരു ആവശ്യമില്ല. എല്ലാം സക്സസ് ആയി നടന്നിട്ടുണ്ട്. ഇനി മുതൽ കെയർഫുൾ ആയിരിക്കണം. നല്ല ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കണം. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ ഡോക്ടർ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇതെന്താ ഇവിടെ? മോനെ, അത് ഓഹോ, ഊട്ടലൊക്കെ ഇവിടെ ആയോ? മോനെ, കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അതിന് ഇതിന്റെ മുകളിൽ കയറ്റിയിരുത്തി കൊടുക്കണമെന്നുണ്ടോ? എഴുന്നേക്കടി, എഴുന്നേക്കാൻ. റൂമിൽ പോടി. മേലാൽ ഇവിടെ തന്നെ ഞാൻ കണ്ട. ആദിലക്ഷ്മി, നിൽക്ക്. എവിടെയും പോണ്ട. ഈ വീട് ഭരിക്കാൻ നിനക്കാരാ അധികാരം തന്നത്? ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഇവിടെ വന്ന കുട്ടിയാണത്. സോ ലക്ഷ്മി, നിനക്ക് ഈ വീട്ടിലെ എവിടെ പോവാനും ഞാൻ അനുവാദം തരുക. ഇന്നു മുതൽ ആരാ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കൊന്ന് കാണാം.
കൊച്ചമ്മ ഉലാത്താനിറങ്ങിയതാണോ? നീ ജയിച്ചെന്ന് വിചാരിക്കണ്ട. എന്റെ റൂമിന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ട അന്ന് നീ ഈ ജയിലൻ ആരാന്നറിയും. മനസ്സിലായോ? Stupid. മാം, ഇവിടെ റെസ്റ്റ് ചെയ്യൂ. ഞങ്ങൾ മാഡത്തിന്റെ ഡ്രസ് എടുത്തിട്ട് വരാം. കാണുന്നില്ലല്ലോ. തണുത്തിട്ട് വയ്യ, ഇറങ്ങി നോക്കിയാലോ? നീയോ? നിന്നെ എന്താ ഫ്രൂട്ട്സിന്റെ മണം? ജ്യൂസ് എടുത്ത് മേലേക്ക് കമത്തിയോ? ഇത് സ്ട്രോബെറിയുടെ സ്മെല്ലാണല്ലോ. ആരുമില്ലാത്ത നേരത്ത് ഇതൊക്കെ കട്ട് തിന്നലാണല്ലേ ഇതിന്റെ പണി? കള്ളി. ഇതെന്റെ നാച്ചുറൽ സ്മെല്ലാ. പിന്നെ നാച്ചുറൽ സ്മെൽ കട്ട് തിന്നിട്ട് പറയുന്ന കേട്ടില്ലേ? കള്ളി കള്ളി. സാർ, കുറെ ഞാൻ കേൾക്കുന്നു. കേട്ടിട്ട് ഒന്ന് തിരിച്ചു പറയാത്തത് അഭിമാനം ഒന്നും ഉള്ളത് കൊണ്ടാ. ഓഹോ, അപ്പൊ നീ സംസാരിക്കും. നിനക്ക് അതൊക്കെ ഉണ്ടോടി? തെരുവിലെ ശരീരം വിറ്റ് നടക്കുന്ന പെണ്ണുങ്ങളും നീയും തമ്മിൽ എന്താ വ്യത്യാസം? കണ്ടില്ലേ, തുണിയില്ലാതെ ഒരു ആണിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നേ. നീ മനഃപൂർവ്വം എന്നെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നീറ്റായിട്ട് വന്നതല്ലേടി? നിനക്ക് ഈ പറയുന്ന അഭിമാനം ഉണ്ടായിരുന്നേ വല്ലവന്റെയും കുഞ്ഞിനെ ഇങ്ങനെ ചുമക്കാൻ നടക്കോ? നിനക്ക് ഒരു പേരേ ചേരും, വേശ്യ. എന്റെ ഭഗവതി, എനിക്ക് മാത്രം എന്താ നീ ഇങ്ങനെ? നിനക്ക് എന്നെ വേണ്ടതായോ? ആരാടാ ഈ കുട്ടി? ഇതാണാ മറ്റവൾ. സോ ബ്യൂട്ടിഫുൾ. ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ട്. ഏഞ്ചലോ ഇവളോ? നിന്റെ മുഖത്തെന്താ കണ്ണില്ലേ? ഗൗതം, നീ വരുന്നുണ്ടോ? എടാ, എനിക്ക് ആ കൊച്ചിനെ കണ്ടിട്ട് ഒരു പാവമാണെന്നാ തോന്നുന്നേ. നീ അതിനെ ദ്രോഹിക്കരുത്. പാവമോ? അവളോ? പഠിച്ച കള്ളിയാ. എടാ, എത്രയൊക്കെ ആണേലും നിന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിലുള്ളേ. അപ്പൊ അതിനോട് ഈ രീതിയിലൊന്നും പെരുമാറരുത്. പ്രഗ്നന്റ് ആയ ഗേൾസിൽ മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാവും. നമ്മൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവളെ ബാധിക്കും. അതുവഴി നിന്റെ കുഞ്ഞിനെ. ആ പാവം നിനക്കൊരു ഉപദ്രവത്തിനും വരുന്നില്ലല്ലോ. അതവിടെ എവിടെയെങ്കിലും ജീവിച്ചോട്ടടാ. നിനക്കെന്താ ഒരു സോഫ്റ്റ് കോർണർ അവളോട്? ഹലോ മാം, JK സാർ ഇല്ലേ? സാർ കുളിക്കുക. ഇങ്ങ് തന്നോളൂ, ഞാൻ കൊടുത്തോളാം. സോറി, ഇത് മെയ്ഡിന്റെ കയ്യിലൊന്നും തരാൻ പറ്റില്ല. ഇവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, വേറെ ആരും ഇല്ലല്ലോ. ആ ലക്ഷ്മി, ഇങ്ങോട്ട് വാ. ഇവളുടെ കയ്യിൽ കൊടുത്തോളൂ, അവള് വെച്ചോളൂ. ഓക്കെ. ആന്റി, ഞാൻ ആ റൂമിൽ കയറുന്നത് അദ്ദേഹത്തിന് ഇഷ്ടാവോ? നോ പ്രോബ്ലം ഡിയർ. ഒരു ഫയൽ വെക്കാനല്ലേ, വെച്ചിട്ട് നീ ഇങ്ങോട്ട് പോന്നാ മതി പെട്ടെന്ന്. എൻ ഉള്ളം എല്ലാം പ്രായം.
JK സാർ സ്നേഹിച്ച പെണ്ണാണിത്. ഈ കുട്ടിയുടെ ഓർമ്മകൾ കാരണമാണോ സാറിപ്പോ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നേ? എന്തെന്നാലും ചിരി. അപ്പൊ ചിരിക്കാനൊക്കെ അറിയാം. കേട്ട മോനോട്ടാ, നിന്റെ പപ്പക്ക് ചിരിക്കാനൊക്കെ അറിയാം. നീ എന്താ ഇവിടെ? പറയടി, എന്താ ഇവിടെന്ന്? ഞാൻ ഈ ഫയൽ നിന്നോട് എന്റെ റൂമിന്റെ പരിസരത്ത് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇറങ്ങി പോടി. സാറിന് എന്തായിരിക്കും എന്നോട് ഇത്ര ദേഷ്യം? ഞാനൊന്നും ചെയ്തില്ലല്ലോ. പക്ഷെ എന്താ എന്റെ ഉള്ളിലൊരു ഭാരം. ആ ഫോട്ടോസ് കണ്ട മുതൽ അത് കണ്ടപ്പോൾ എന്തിനാ എന്റെ കണ്ണു നിറഞ്ഞെ? ചിലപ്പോ അയാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നോണ്ടായിരിക്കാം മറ്റൊരു പെണ്ണിന്റെ സാമീപ്യം മനസ്സിനെ വല്ലാതെ ഉലച്ചത്. അതെ, അത് തന്നെ. കാലം ഇത്ര കഴിഞ്ഞിട്ടും നിന്റെ ഓർമ്മകളെ നീറി നോയിക്കുക ജെനി. என்ன செய்தேன் நான் என் உள்ளம் எல்லாம் காயம் ஆனந்தே. என்ன செய்தேன் நான் என் உள்ளம் எல்லாம் காயம் ஆனந்தே. സാർ, ജെനി മാഡത്തിന് എന്താ സാർ? അത് why God? നിനക്ക് എന്നെ മിസ് ചെയ്യോ? ഞാൻ പോയാ നീ ആരുടെ കൂടെ കൂട്ടുകൂടും? നിന്റെ JK സാർ ഇച്ചിരി മുരടനാ, എങ്കിലും കുഞ്ഞു ബേബിയെ പോലെയാ ചില സമയത്ത്. എനിക്കെന്താ പറ്റി? ഞാൻ എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? അവളെ വല്ലവരും നോക്കി എനിക്കെന്താ? Damn it.
ചവിട്ടുന്ന നോക്ക്. അച്ചോടാ. മോനെ, ദേ നിന്റെ മോനെ അനങ്ങുന്നത് നോക്ക്. മോനെ, നിനക്ക് ടച്ച് ചെയ്യണം. മോളെ, ഈ ഫ്രൂട്ട്സ് കൂടി കഴിക്കേ. വേണ്ട, എനിക്ക് വേണ്ട. മരിയ, ലക്ഷ്മിക്ക് വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട. അത് പറ്റില്ല ജോൺ. എന്റെ ഗ്രാൻഡ് സൺ ആണ് ഇവളുടെ വയറ്റിൽ വളരുന്നത്. എന്റെ ജെയ്ഡന്റെ കുഞ്ഞ്. என்ன செய்தெல்லாம் என் உள்ளம் எல்லாம் காயம் ஆனந்தே. അവന് നല്ല ആരോഗ്യം വേണമെങ്കിൽ ഫുഡ് വയറ് നിറച്ച് കഴിച്ചാലേ പറ്റൂ. മോള് കഴിക്കേ.